നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയ്ക്കെതിരായ വിവാഹമോചന ഹർജി പിൻവലിക്കാൻ തീരുമാനിച്ച് ഭാര്യ സംഗീത സ്വർണ്ണലിംഗം. വിവാഹമോചനം വേണ്ടെന്ന തീരുമാനം സംഗീത ചെങ്കൽപ്പേട്ട് കോടതിയിൽ അറിയിച്ചു. തമിഴ് ചലച്ചിത്ര ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് വിജയ്ക്കെതിരെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം വിവാഹമോചന കേസ് നൽകിയത്. 27 വർഷം നീണ്ടുനിന്ന ദാമ്പത്യം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത കോടതിയെ സമീപിച്ചത്. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നുൾപ്പെടെ സംഗീത ഹർജിയിൽ ആരോപിച്ചിരുന്നു. വെള്ളിയാഴ്ചയാണ് കേസ് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിക്ക് മുൻപാകെ എത്തിയത്. വിജയ് കോടതിയിൽ ഹാജരായിരുന്നില്ല. ലണ്ടനിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് സംഗീത ഹിയറിംഗിൽ പങ്കെടുത്തത്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് വിജയ് എത്താതിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇരു കക്ഷികളുടെയും വാദങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം കുടുംബ കോടതി അടുത്ത ഹിയറിംഗ് തീയതി നിർദ്ദേശിക്കാതെ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. സംഗീതയ്ക്ക് ഇനിയും ഹർജി നൽകാം. ജൂണിൽ കേസ് പരിഗണിച്ചപ്പോൾ ഇരുവരോടും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിർച്വലായി ഹാജരാകാൻ അനുവാദം തേടുകയായിരുന്നു താരങ്ങൾ. വിവാഹമോചനം വേണ്ടെന്ന് കുടുംബ കോടതിയിൽ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം അറിയിച്ചതോടെ ദീർഘകാലമായി നിന്നിരുന്ന ഊഹാപോഹങ്ങൾക്ക് അവസാനമാവുകയാണ്. ജൂണിൽ കേസ് കോടതിയിൽ എത്തിയപ്പോൾ തന്നെ മുൻപ് സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി തണുപ്പൻ പ്രതികരണമായിരുന്നു സംഗീതയുടെ അഭിഭാഷകരിൽ നിന്നുണ്ടായത്. സംഗീതയുടെ അഭിഭാഷകൻ വക്കാലത്ത് ഫയൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ജഡ്ജി ചോദിക്കുന്ന സാഹചര്യം പോലുമുണ്ടായി. കേസ് ഒത്തുതീർപ്പിലെത്തും എന്നതിന്റെ സൂചനയായി പലരും ഇതിനെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ വിജയുടെ അമ്മ തന്നെ മുന്നിട്ടിറങ്ങി നടത്തിയ സമവായ ചർച്ചകളിലൂടെ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. സംഗീത തിരിച്ച് വിജയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ തിരിച്ചെത്തിയെന്നും വാർത്തകളുണ്ടായി. അത് ശരിവെക്കുന്ന സംഭവങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. നിലവിൽ ലണ്ടനിൽ തുടരുകയാണ് സംഗീത. വൈകാതെ സംഗീത ചെന്നൈയിൽ എത്തുമെന്നും ഇരുവരും ഒരുമിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലും മറ്റും പരക്കുന്ന പ്രധാന ഊഹാപോഹം. തമിഴ് സിനിമാ ലോകത്തെ മാതൃകാ ദമ്പതികളായിരുന്ന ഇവരുടെ വേർപിരിയൽ വാർത്ത ആരാധകരെ വലിയ രീതിയിൽ നിരാശരാക്കിയിരുന്നു. 1996 വിജയുടെ പൂവേ ഉനക്കാക എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം കണ്ട് ലണ്ടൻ നിവാസിയായ സംഗീത അദ്ദേഹത്തിന്റെ ആരാധികയാവുകയായിരുന്നു. തുടർന്ന് പ്രണയത്തിലായ ഇരുവരും 1998 UK-യിൽ വെച്ച് നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യുകയും 1999 ചെന്നൈയിൽ വെച്ച് പരമ്പരാഗത രീതിയിൽ വിവാഹിതരാവുകയും ചെയ്തു. ഇവർക്ക് ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിങ്ങനെ 2 മക്കളുണ്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വിജയ് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കുടുംബ വഴക്ക് കോടതിക്ക് മുന്നിലെത്തിയത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സംഗീത സമർപ്പിച്ച ഹർജിയിൽ വിജയ്ക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. തെന്നിന്ത്യയിലെ പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നായിരുന്നു സംഗീതയുടെ പ്രധാന ആരോപണം. 2021 ഏപ്രിലാണ് ഈ ബന്ധത്തെക്കുറിച്ച് താൻ അറിയുന്നത് എന്നായിരുന്നു സംഗീത ഹർജിയിൽ വെളിപ്പെടുത്തിയത്. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് പലതവണ ഉറപ്പു നൽകിയെങ്കിലും നടിക്കൊപ്പമുള്ള യാത്രകളും പൊതുപരിപാടികളിലെ പങ്കാളിത്തവും അദ്ദേഹം തുടർന്നുവെന്നും നടി ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവച്ചത് തനിക്കും മക്കൾക്കും വലിയ രീതിയിൽ മാനസിക വിഷമവും പൊതുസമൂഹത്തിൽ വലിയ അപമാനവും ഉണ്ടാക്കിയെന്നും സംഗീത ഹർജിയിൽ ആരോപിച്ചിരുന്നു.